ഇന്ത്യ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ അതിർത്തി വേലികൾ കെട്ടിയടച്ച് അതിർത്തി സുരക്ഷ കൂടുതൽ കർശനമാക്കി മുന്നോട്ട് പോകണം. നിലവിൽ റഷ്യയുടെ കരുത്തനായിട്ടുള്ള S-400 അടക്കമുള്ള സുദർശന ചക്രം അടക്കമുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് കാത്തു സൂക്ഷിക്കുന്നതെങ്കിൽ ഇസ്രയേൽ കാലാകാലങ്ങളായി അവരുടെ പ്രധാന പ്രതിരോധ കവചമായിട്ടുള്ള അയൺ ഡോം അത് നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടി തുറന്നു നൽകുന്നു എന്ന സൂചന കിട്ടുന്നു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി ശക്തമായി വളർന്നു വരുന്നതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടന്നുവരവിന് ശേഷം ഈ ബന്ധമാകട്ടെ വ്യാപാര, പ്രതിരോധ, നയതന്ത്ര മേഖലകളിലൊക്കെ കൂടുതൽ സുസ്ഥിരവും തന്ത്രപ്രധാനവുമായി മാറിയിട്ടുള്ളത് നമ്മളേവരും കണ്ടു. ഇന്ത്യ ഇസ്രയേൽ പങ്കാളിത്തത്തിലൂടെ കൈവരിച്ച സുപ്രധാന പുരോഗതി ഇരു നേതാക്കളും എന്തായിരുന്നാലും ഇത്തവണ അവലോകനം ചെയ്ത് അതനുസരിച്ച് കൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇത്തവണ മുന്നോട്ട് പോകുന്നത്. ആഗോള വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചാ വിഷയമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദീർഘദൂര മിസൈലുകളെ ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇസ്രയേലിന്റെ ആരോ, മധ്യദൂര മിസൈൽ പ്രതിരോധത്തിനുള്ള ഡേവിഡ് സ്ലിംഗ്, അതുപോലെ തന്നെ അയൺ ഡോം എന്നിവയടക്കം ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. ഈ 3 മിസൈൽ പ്രതിരോധ കവചങ്ങളാണ് ഇസ്രയേലിനെ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യയെയും കാത്തു സൂക്ഷിക്കാൻ വരിഞ്ഞു മുറുകാനായി ഇവയെ നാം ഒരുപക്ഷെ സ്വന്തമാക്കിയേക്കും. ഇന്ത്യ ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ആദ്യഘട്ട ചർച്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയിരുന്നു. നാളെ അത് സമാപിക്കാൻ കൂടി ഇരിക്കുകയാണ്. ഇസ്രയേലിലെ ദേശീയ മാധ്യമമായിട്ടുള്ള ജെറുസലേം പോസ്റ്റ് അടക്കം വലിയ തോതിലുള്ള സ്വാഗതം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ 1-ാം പേജിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമസ്തേ മോദി എന്ന അടിക്കുറിപ്പോടെ. ആ പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇന്ത്യയും ഇസ്രയേലും ശക്തവും ബഹുമുഖവും തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തവും പങ്കിടുന്നുവെന്ന് കൃത്യമായി നമുക്കറിയാവുന്നതാണ്. കഴിച്ച കുറച്ച് വർഷങ്ങളായി ഇത് ഗണ്യമായി വളർന്നിരിക്കുന്നു. അതുതന്നെയാണ് യാത്രയ്ക്ക് തൊട്ട് മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇനി നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ വർഷം, ഒരു 3 പതിറ്റാണ്ട് കാലം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. 1992 പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഇന്ത്യ ഇസ്രയേൽ ബന്ധം സ്ഥിരമായി തന്നെ വളർന്നു. 2017 അതിന്റെ ഒരു വലിയ ഘട്ടം അത് 2017 സംഭവിച്ചത്. ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം അന്ന് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ ഒരു ചരിത്രപരമായ ഏടായി സൂക്ഷിക്കാവുന്നതാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനം രാഷ്ട്രീയപരമായും തന്ത്രപരമായും ഒക്കെ തന്നെ വലിയൊരു സന്ദേശം നൽകിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കും. അതിർത്തി സുരക്ഷ, സൈബർ സുരക്ഷ, ഇന്റലിജൻസ് പങ്കുവയ്ക്കൽ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ സഹകരണം അന്ന് മുതലേ വർദ്ധിപ്പിച്ചു. ഉയർന്ന തലത്തിലുള്ള സ്ഥിരം കൂടിക്കാഴ്ചകൾ, തന്ത്രപരമായ സംവാദങ്ങൾ, പ്രതിരോധ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള കരുത്തുറ്റ ശക്തികളായി മാറി വരേണ്ട ചർച്ചകൾ എന്നിവയൊക്കെ തന്നെ ശക്തമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി പ്രതിരോധ സഹകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറയേണ്ടത്. ഇന്ത്യയും ഇസ്രയേലും ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ പങ്കാളികളിൽ ഒന്നുകൂടിയാണ്. റഷ്യയ്ക്ക് ശേഷം ഇന്ത്യ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രധാന രാജ്യമായി ഇസ്രയേലിനെ കണ്ടിരിക്കുകയാണ്. സ്ഥിരമായി മുൻനിരയിൽ തന്നെ അവർ നിലകൊള്ളുന്നുണ്ട്. പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അവരുടെ ആധുനിക സാങ്കേതിക വിദ്യ കൂടിയാണ്, ആയുധ സംവിധാനങ്ങൾ കൂടിയാണ്. പ്രധാനമായും UAV-കൾ, ഡ്രോണുകൾ, മിസൈൽ സംവിധാനങ്ങൾ, റഡാർ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, വാർഫെയറുകൾ എന്നിവയിലൊക്കെ ഇസ്രയേൽ തന്നെയാണ് മുൻനിരക്കാർ. ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിതരണക്കാരും അവർ തന്നെയാണ്. ഇനി സംയുക്തമായിട്ടുള്ള വികസന പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായി സാങ്കേതിക കൈമാറ്റം, സംയുക്ത ഉൽപാദനം, സമഗ്ര വികസനം ഒക്കെ തന്നെ ശക്തമായി ഇതുവരെ നാം നടപ്പിലാക്കി പോരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ഉദാഹരണം പറയേണ്ടത് ബാരക് 8 മിസൈൽ പദ്ധതിയാണ്. ഇന്ത്യയും ഇസ്രയേലും ഒരുമിച്ച് ചേർന്ന് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ മിസൈൽ സംവിധാനം രണ്ടു രാജ്യങ്ങളുടെയും തന്ത്രപരമായ വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതിരോധ മേൽക്കൈയുടെയും ഉദാഹരണമായത് നമുക്ക് പറയാൻ സാധിക്കും. ഇനി രണ്ടു രാജ്യങ്ങളും നേരിടുന്ന ഭീകര ആക്രമണങ്ങൾ, ഭീകരവിരുദ്ധ സഹകരണം അത് കൂടുതൽ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും ഭീകരവാദ ഭീഷണികളെ നേരിടുന്നത് കൊണ്ട് തന്നെ സമാന വെല്ലുവിളികൾ നേരിടുന്ന രാജ്യമായതുകൊണ്ട് ഇന്റലിജൻസ് പങ്കിടലും സൈനിക പരിശീലനവും ഒക്കെ തന്നെ ഇപ്പോഴും കരുത്തുറ്റതായി തുടരുന്നുണ്ട്. ഇസ്രയേൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റവും ഇന്ത്യയുടെ വിപുലമായ സൈനിക ശേഷിയും ഒക്കെ ഒന്നിച്ചു ചേരുന്നത് ഈ കൂട്ടുകെട്ടിനെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുന്നുണ്ട്. ഇനി വ്യാപാര മേഖലയിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യ ഇപ്പോൾ നടത്തിപ്പോരുന്ന സ്വതന്ത്ര വ്യാപാര കരാർ എന്ന ഒരു വലിയ ബാലികമലയായിട്ടുള്ള ഹിമാലയൻ ടാസ്ക് ആയിട്ടുള്ള ആ ഒരു വിഷയം, അതിനെക്കുറിച്ച് കൂടി പറയേണ്ടതാണ്. വ്യാപാര രംഗത്തും രണ്ടു രാജ്യങ്ങളും ബന്ധം വളർത്തിയെടുക്കുന്നു. കാർഷിക സാങ്കേതിക വിദ്യ, ജലസംരക്ഷണം, സ്മാർട്ട് ഇറിഗേഷൻ എന്നിവയിലൊക്കെ ഇസ്രയേൽ
ഇന്ത്യയോട് ഏറ്റവുമായി അടുത്ത് ചേർന്ന് നിൽക്കുന്ന പ്രധാന പങ്കാളിയാണ്. ഹൈടെക്, സ്റ്റാർട്ടപ്പ്, സൈബർ സുരക്ഷ, AI മേഖലകളിലൊക്കെ സഹകരണം അങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.